നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 4:1. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് അഭയമരുളി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ നമ്മൾ വലിയ ഞെരുക്കങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ, പീഡകളിലൂടെ, തടസ്സങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, അപവാദങ്ങളിലൂടെ, തകർച്ചകളിലൂടെ, മനസ്സിലാക്കപ്പെടാത്ത അനുഭവങ്ങളിലൂടെ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യപൂർവ്വം നമുക്ക് നീതി നടത്തി തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു പക്ഷേ നമ്മൾ എൻ്റെ ദൈവമേ എന്ന് ചങ്കുമടന്ന എന്നൊരു പ്രാർത്ഥന, ഒരു ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ കർത്താവേ എൻ്റെ കാര്യം ഓർക്കണമേ എന്നുള്ളൊരു യാചന, ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടെ പോകുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ചെറുതെന്ന് പറയാൻ പാടില്ല, എല്ലാ പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ഒരു കുഞ്ഞു പ്രാർത്ഥനയായിരിക്കും, അപ്പോഴായിരിക്കും കർത്താവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. കാരണം നിന്റെ ഞെരുക്കത്തിൽ മനസ്സലിവ് കാട്ടുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഞെരുക്കത്തിൽ കരയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, അതുകൊണ്ട് നീ ശരിക്കും ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് നടന്ന കുഞ്ഞു കാര്യം പോലും ദൈവസ്ഥന് വിലയുണ്ട്. ഒരു സാക്ഷ്യം കണ്ടാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്ററിന് പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സിസ്റ്ററാണ്, രോഗവും ബുദ്ധിമുട്ടുകളും. അപ്പോൾ അവിടെ ഈശോയുടെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ പോയിരുന്ന് ഈ സഹോദരി പ്രാർത്ഥിച്ചു, വെഞ്ചരിച്ച് എണ്ണ അതിൽ പ്രാർത്ഥിച്ചു. ഈശോ അത്ഭുതം ചെയ്തരങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് സിസ്റ്റർ അൽഫി, സെയിൻറ്റ് ആൻസ് കോൺവെൻറ്റ്. ഞാൻ വരുന്നത് ഡിവൈനിൽ നിന്നാണ്. ഞാനിവിടെ വരുമ്പോൾ ഇന്ന് എനിക്ക് ചായക്ക് കിട്ടിയ ബോണ്ട പോലെയുള്ള വലിയൊരു മുഴയായിട്ടായിരുന്നു. മനസ്സിലായില്ല. ഇന്ന് ചായക്ക് കിട്ടിയ ബോണ്ടി ഉണ്ടല്ലോ, അതേ സൈസിലുള്ള. ശരി. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ടോയ്ലറ്റിൽ തന്നെ വീണു ഒരു 1.5 മാസം മുന്നേ. അത് ഭയങ്കര വീഴ്ചയായിരുന്നു. ആ തിണ്ടയിൽ തലയിടിച്ച് 2 മിനിറ്റ് ഞാൻ ബോധമില്ലാതായി. പിന്നെ ഞാൻ ഈശോയെ ഞാൻ ഉറക്കം വിളിച്ചപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ വലിയ വേദന എടുത്തിട്ട് ഞാൻ എല്ലാവരും ഓടി വന്നു, ഡോക്ടറെ കാണിച്ചു. 2 ആഴ്ച മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. ആ മെഡിസിൻ എടുത്തോടുകൂടെ മരയിപ്പും വേദന പോയി. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മുഴ തിരിച്ചു വന്നു. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയും, തൊടുമ്പോൾ തന്നെ ചീകാൻ പോലും പറ്റാത്ത. ഏത് ഭാഗത്തായിരുന്നു? ഈ അടുത്ത വശത്ത്. മഴ പോലെ ഉണ്ടായിരുന്നോ? മുഴ ഭയങ്കര മഴയായിരുന്നു. താഴെ. അപ്പോൾ ഞാൻ ഞായറാഴ്ച ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ എനിക്കൊരു ഓയിൽമെൻറ്റും ഇല്ല, ടാബ്ലറ്റും ഇല്ല, ഞാൻ എന്ത് ചെയ്യും ദൈവമേ, ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. ആരാധനയ്ക്ക് സിസ്റ്റർ പറഞ്ഞു, തലവേദനയുള്ളവരുടെ ഒരു സിസ്റ്ററിൻ്റെ വേദന വിട്ടുപോകുന്നു. പക്ഷേ വേദന കുറേശ്ശെ കുറഞ്ഞു, പക്ഷേ വേദന എനിക്ക് ചെയ്യുമ്പം ഭയങ്കര വേദനയായിരുന്നു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, തിങ്കളാഴ്ച രാവിലെ ഞാൻ തന്നെയായിരുന്നു ആദ്യം ഇവിടെ ഇറങ്ങി വന്നത്. ഡിവൈൻ മേഴ്സി ഫോട്ടോ അവിടെ ഉണ്ടല്ലോ, അവിടെ 2 ലൈറ്റ് ഓയിൽ ലാമ്പ് ഇരിപ്പുണ്ട്. ഞാൻ ആരും കാണാതെ ആ ഓയിൽ എൻ്റെ വിരലുകൊണ്ട് തൊട്ടിട്ട് വെയിൽ പൊക്കി ഇങ്ങനെ തേച്ച് വിട്ടു, ആരും കണ്ടില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഈശോ എന്നെ തൊടും. അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരം ആരുമില്ലാത്ത സമയത്ത് അവിടെ പോയി എണ്ണ എടുക്കും, തൊടും. അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയും തൊട്ടു. പിന്നെ ആരാധന സമയത്ത് പിന്നെ ആ മുഴ
ഇപ്പൊ മുഴ എവിടെയാന്ന് പോലും എനിക്ക് അറിയുന്നില്ല. വേദനയും പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കരുണയുടെ രൂപത്തിന്റെ അവിടെ പോയി സിസ്റ്റർ വെളുപ്പിനെ പോയി അവിടുന്ന് ഒരു സ്വല്പം ഓയില് തൊട്ട് ആ വേദന തൊട്ട് വൈകുന്നേരം പോയി തൊട്ട് പ്രാർത്ഥിച്ച് 2-ാം ദിവസമായപ്പോൾ പരിപൂർണമായി മുഴയാട്ടം. ഇതിപ്പോ ഈ വീണിട്ട് എത്ര നാളായിട്ടുണ്ടായിരുന്നു? വീണിട്ട് സിസ്റ്റർ 1.5 മാസം. ശരി. ഇപ്പൊ വന്നേ ഉടനെ വീണതല്ലേ? 1.5 മാസമായിട്ട് സഹോദരങ്ങളെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ പ്രസ് ചെയ്ത ഓയില് അത് തൊട്ടങ്ങ് പ്രാർത്ഥിച്ച് ഈശോ അത്ഭുതം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി കൈയടിച്ച്. അസാധ്യമായി ഒന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമ മധ്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമ മധ്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമെത്തി എല്ലാ സാധ്യമെത്തി എൻ യേശുവെ കൂടെയുള്ളതാ. സാധ്യമെത്തി എല്ലാ സാധ്യമെത്തി എൻ യേശുവെ കൂടെയുള്ളതാ. എൻ യേശുവെ കൂടെയുള്ളതാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്ക് പറയപ്പെട്ട സഹോദരങ്ങളെ, ഞെരുക്കത്തിൻ്റെ, ക്ലേശങ്ങളിലെ, സഹനത്തിൻ്റെയും വേദനകളുടെയും രോഗത്തിൻ്റെയും നടുവിൽ നീ ചെയ്യുന്ന ആരും അറിയാതെ നടത്തുന്ന കുഞ്ഞു പ്രാർത്ഥനകൾ പോലും ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ് മക്കളെ. പ്രൈസ് ദി ലോർഡ്. ആ സിസ്റ്റർ അവിടെ കരുണയുടെ രൂപമുണ്ട്. സെഗന് ഫ്രണ്ടിൽ കയറി ഇവിടെ കരുണയുടെ ചെറിയ രൂപം തിരികെ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിൽ അവിടെ ഉണ്ടായിരുന്ന എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് ഈശോ അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നീ ഈ സമയത്ത് കർത്താവിനെ വിളിക്കുക. തന്നെ അന്വേഷിക്കുന്നവരുടെ നേരെ കണ്ണുകൾ തുറന്ന് ചെവികൾ ചായച്ച് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ തുറന്ന് പിടിച്ച് കർത്താവേ, യേശുവേ, ഹൃദയ തുറവിയോടെ വിളിക്കുകയാണ്. ഒന്നും നിനക്ക് വിളിക്കാൻ പ്രാർത്ഥിക്കാനോ പറ്റാത്ത വിധം ഹൃദയത്തിൽ സങ്കടം ഉണ്ടെങ്കിൽ നിന്റെ കണ്ണിന് 2 ദൂരെ കണ്ണുനീര് താഴെ വീഴട്ടെ. അത് മാത്രം മതി. കർത്താവിന് നിൻ്റെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ അറിയുന്നവനാണ്. അവിടുന്ന് കരങ്ങൾ ഉയർത്തി സാധിക്കുന്നവരെല്ലാം സ്തുതിക്കട്ടെ, അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ മനസ്സിൻ്റെ പ്രാർത്ഥന നെടുവേർപ്പുകളായിട്ട് ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ആരാധന. ഓ കർത്താവായ ദൈവമേ, വലിയ ഞെരുക്കത്തിലെ, സഹനങ്ങളിലെ, പീഡകളിലെ, ദുഃഖത്തിരിക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കരുണയോടെ കരം നീട്ടണമേ. അവിടുന്ന് കണ്ണുകൾ തുറന്ന് നോക്കി കാണണമേ. അവിടുന്ന് ചെവികൾ ചായച്ച് ഇവരുടെ നെടുവീർപ്പുകൾ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓരോ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ കെട്ടുകൾ അഴിയട്ടെ. അന്ധകാരശത്തിൽ വിട്ടുപോകട്ടെ. രോഗപീഠകളെ ശാസിക്കുന്നു. തടസ്സങ്ങൾ ബന്ധിക്കുന്നു. ദുർദോഷങ്ങൾ വിട്ടൊഴിയട്ടെ. എല്ലാ തരത്തിലും ആധിപത്യങ്ങളും തരട്ടെ. യേശുവിൻ്റെ നാമത്താൽ, യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ, യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്താൽ അത്ഭുതകരമായ ഒരു വിട്ടുതര അഭിഷേകം ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, വലിയ വിശ്വാസത്തോടെ കരങ്ങൾ ഞെട്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരും വരും സ്വർഗത്തിന് ആശീർവാദം അയക്കണമേ. ആരാധന, ആരാധന. വചനം ശ്രവിക്കാൻ തക്കവിധം ഇവരുടെ ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഭയം നിന്നെ നിശബ്ദനാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും പലവിധ സാഹചര്യങ്ങളിൽ, ചില അപകടങ്ങളിൽ, ചില കെണികളിൽ, ചില ചതിക്കുഴികളിൽ ചെന്നപ്പെടുന്ന ജീവിതങ്ങളുമായി സംസാരിച്ചപ്പോൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ശരിക്കും ഒന്ന് നിലവിളിക്കാൻ മേലാഞ്ഞോ, ഒന്ന് കരയാൻ മേലാഞ്ഞോ, ആരെങ്കിലും അടുത്തൊന്ന് സഹായത്തിന് വിളിക്കാൻ മേലാഞ്ഞോ? അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, അച്ഛാ അതൊന്നും നടന്നില്ല, കാരണം അത്രയങ്ങ് ഭയപ്പെട്ടു പോയി, സ്വരം പുറത്തേക്ക് വന്നില്ല, ശബ്ദം പുറത്തേക്ക് വന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഭയം നമ്മെ നിശബ്ദനാക്കി കളയും.
ഇതൊരു ഭൗതികമായ ഒരു പശ്ചാത്തലത്തിനാണ് ഞാനിത് പറഞ്ഞതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മീയ അർത്ഥത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 18-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹായോട് കർത്താവ് ഇപ്രകാരം പറയുന്നത്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. പൗലോസ് ശ്ലീഹായോട് കർത്താവ് വന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹായോട് വേണമെങ്കിൽ കർത്താവിന് ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം അതിന് ഇടയ്ക്ക് പറഞ്ഞു, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം ഭയം നമ്മെ നിശബ്ദരാക്കി കളയും എന്നുള്ള സത്യമാണ്. ഭയം നമ്മെ പുറകോട്ട് വലിക്കുമെന്നുള്ള സത്യമാണ്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം വരെ ഒരുപാട് ഞെരുക്കം, ഒരുപാട് ആക്രമണം, ഒരുപാട് തരത്തിൽ 1 ഇഞ്ച് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത വിധം അതുപോലെയുള്ള തടസ്സങ്ങൾ ശ്ലീഹായുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു പക്ഷേ ഒരു പ്രലോഭനം ഉണ്ടായിട്ടില്ല, ഒരു പ്രലോഭനം ഉണ്ടാകാം എന്ന് കണ്ടുകൊണ്ടാവാം കർത്താവ് മുൻകൂട്ടി പറയുന്നത്, പൗലോസേ നീ ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് മനുഷ്യര് കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനേക ആത്മാക്കളെ നശിച്ചു പോകുന്നത് കണ്ടിട്ട് ഒരു ചെറുവിരൽ പോലെ അനക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അടിസ്ഥാനപരമായി നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്ന സംഗതിയുണ്ട്. ഭയം അടിസ്ഥാനപരമായ തിന്മയാണ്. ഫിയർ ഇസ് ഈവിൾ. ഭയം തിന്മയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതായത് പിശാചിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നീ ഒന്നും ചെയ്യാതെ ഇരിക്കണം. എ റാഡിക്കൽ ഇൻഡിഫറൻസ്. നീ ഒന്നും ചെയ്യാതെ നീ അനങ്ങാതിരിക്കുന്ന പിശാചിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് പിശാച് എന്നൊരു കാര്യമാണ് ഭയം ഇൻഡ്യൂസ് ചെയ്യും. ഭയം നിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട എന്താവും, ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട എന്താവും, ഒരുപാട് എതിർപ്പ് വഴിയല്ലേ, എനിക്ക് മരണം സംഭവിച്ചാലോ, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ, എൻ്റെ സൽപ്പേര് പോകുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ നീ ഒന്നും ചെയ്യാതിരിക്കാൻ തക്കവിധം പിശാച് നിന്നെ കെട്ടിയിടുന്നൊരു ചതിക്കുഴിയാണ് ഭയം അടിസ്ഥാനപരമായ തിന്മയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഭയം നമ്മെ നിശബ്ദരാക്കി കളയും. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഏതെങ്കിലും സൽകൃത്യം ചെയ്യുമ്പോൾ, നീ ഏതെങ്കിലും നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ നിനക്ക് ഒരുപാട് എതിർപ്പുകളും തടസ്സങ്ങളും പലതരത്തിലുള്ള വിപരീത സാഹചര്യങ്ങൾ കാണുമ്പോൾ നീ പുറകോട്ട് മാറരുത്. നീ വരവരായികളെ ചിന്തിക്കാൻ നിൽക്കരുത്. വരവരായികളെ ചിന്തിച്ചായിരുന്നെങ്കിൽ തോമസ് ലീഹ കേരളത്തിൽ വരികയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ ആക്ച്വലി എന്ത് സംഭവിക്കുന്നറിയോ? കർത്താവ് തന്നെ ഒരു കാര്യം ചെയ്യും. ജെറമിയ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 17-ാമത്തെ വാക്യം, ജെറമിയ 1:17. അവിടെ വചനം വെളിപ്പെടുത്തി എങ്ങനെയാണ്? ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും നീ അവരോട് പറയുക, അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയം എന്ന് പറയുന്ന പിശാചിൻ്റെ ഒരു തന്ത്രം നിന്റെ ഉള്ളിൽ കയറിയാൽ കർത്താവ് നിനക്കൊരു ബോണസും കൂടെ തരും, പരിഭ്രാന്തിയും കൂടെ തരും. ശരിയല്ലേ? ഒരു പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന ഭയപ്പെട്ട എന്താ സംഭവിക്കുന്നത്? പിന്നെ പരിഭ്രാന്ത, വിറയൽ, ഒരു പ്രത്യേക തരത്തിൽ അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ട കാര്യം എന്നറിയോ? നിന്റെ ഉള്ളിൽ പതുക്കെ ഭയത്തിൻ്റെ ഓരോ സംഗതികൾ നിന്റെ ഉള്ളിൽ കയറി വരുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം, പിശാച് കെണി ഒരുക്കുന്നുണ്ട്. നീ ചെയ്യേണ്ടത് എന്നറിയോ? ഭയത്തെ പ്രാർത്ഥന കൊണ്ട് നിർവീര്യമാക്കണം. അതുകൊണ്ടാണ് സഹോദരൻ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഞാൻ ആ അപ്പസ്തോല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിലെ പ്രാർത്ഥനയുടെ തലക്കെട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവരെ അതിൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? അപ്പസ്തോലന്മാർ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അവർ ധൈര്യത്തിനായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായത്തിന് 30-31 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 30 and 31. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്.
അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചന പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രേരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പസ്തോലന്മാർ എന്താ പ്രാർത്ഥിച്ചത്? അപ്പസ്തോലന്മാർ ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ധൈര്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സമയത്ത് ഭയത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോയി, ഭയത്തിൻ്റെ അടിമത്തം വിട്ടുപോയി. അവർ പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയാണ്? ആര് ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുന്നോ അവരുടെ കൂടെ കർത്താവ് നിൽക്കുകയും ചെയ്യും, ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? നീ ആരെയാണ് ഭയപ്പെടുന്നത്? നീ 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 എന്തിനെയാണ് ഭയപ്പെടുന്നത്? നീ ആരെയാണ് ഭയപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആര് ധൈര്യപൂർവ്വം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നോ അവരുടെ കർത്താവ് നിൽക്കും. നീ ഭയപ്പെട്ടിരുന്ന പിശാച് നിന്റെ കൂടെ നിൽക്കും. ഉദാഹരണം ഞാൻ ബൈബിളിൽ കാണിച്ചു തരാം. മർക്കോസിന്റെ വിശേഷം 15-ാമത്തെ അധ്യായത്തിന് 43-ാമത്തെ വാക്യം. മർക്കോസ് 15:43. അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്യാക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ചു. അവൻ ആലോചന സംഘത്തിലെ ബഹുമാനായ ഒരു അംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അതായത് അവിടുത്തെ അന്നത്തെ സാഹചര്യം, അരിമത്യാക്കാരൻ ജോസഫ് പോയി പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് അവൻ ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടുത്തെ സാഹചര്യം നിങ്ങൾ ഓർക്കണം. യേശുവിനെ കുരിശിൽ തറച്ച് ജനം മുഴുവൻ ഇളകുവശായി പീലാത്തോസും പടയാളികളുമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പശ്ചാത്തലം. ആ സമയത്ത് ധൈര്യം സംഭരിച്ച് അരിമത്യാക്കാരൻ ജോസഫ് ചെന്ന് എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ ശരീരം അവന് വിട്ടുകൊടുക്കപ്പെട്ടു. ഇന്നും ബൈബിളിൽ അരിമത്യാക്കാരൻ ജോസഫിന്റെ പ്രവൃത്തിയെ ദൈവജനം മഹത്വപ്പെടുത്തുമല്ലേ? ആര് ധൈര്യപൂർവ്വം ഇറങ്ങി നിൽക്കുന്നോ അവരുടെ കൂടെ കർത്താവ് നിൽക്കും. ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 4:13. അവിടെ അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പത്രോസിനെ യോഹന്നാനെ ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോട് ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിദ്യാവിഹീനരായ അപ്പോസ്തലന്മാർ ധൈര്യപൂർവ്വം ഇറങ്ങി തുറപ്പെട്ടപ്പോൾ ജനം അത്ഭുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ 1-ാമത്തെ 74-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാനെ കുറിച്ച് സക്രിയയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട കാര്യം എങ്ങനെയാണ് സഹോദരങ്ങളെ? ധൈര്യപൂർവ്വം, ഭയപ്പെടരുത്, ധൈര്യപൂർവ്വം നിലനിൽക്കുക. കാരണം ഭയപ്പെടുന്നവൻ്റെ മേൽ തിന്മ ആധിപത്യം ഉറപ്പിക്കും. ഉദാഹരണം പറയാം, നീ ഏതൊന്നിനെ ഭയപ്പെടുന്നോ അതിന് നിൻ്റെ മേൽ ഒരു ആധിപത്യം കിട്ടും. ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരുമെന്ന് വിചാരിക്കുക. ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമ്മൾ പട്ടിയെ പേടിച്ച് ഓടി എന്നെ സംഭവിക്കുക? പട്ടി നമ്മൾ ഓടിച്ചിട്ട് കടിക്കും. കാരണം നമ്മൾ ആ പട്ടിയെ ഭയപ്പെടാൻ തുടങ്ങിയ സമയം മുതൽ അതിന് നമ്മുടെ മേൽ ഒരു ആധിപത്യമായി. എന്നാൽ നീ ധൈര്യപൂർവ്വം നിലനിന്ന് 4 ചാട്ടം ചാടിയ പട്ടി തിരിച്ചോടും. നീ ഭയപ്പെട്ടത്. ഇത് ആത്മീയ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ പിശാചിൻ്റെ പ്രത്യേക തരത്തിലുള്ള സംഗതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു വചനഭാഗം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. 1 മക്കബായർ 5-ാമത്തെ അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യൂദാസ സൈന്യവും നദിക്ക് സമീപം എത്തിയപ്പോൾ തിമോത്തിയോസ് തൻ്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്ന് വരുന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്ന് തീർച്ച. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, യൂദാസും കൂട്ടരും സൈന്യം ശേഖരിച്ച് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ തിമോത്തിയോസ് പറയുകയാണ്, അവൻ ഇങ്ങോട്ട് ആദ്യം പുഴ കയറി വന്നാൽ രക്ഷയില്ല. അവൻ നമ്മൾ കീഴ്പ്പെടുത്തി കഴിയും. എന്നാൽ നമ്മളെ ഭയപ്പെട്ട് അവൻ അക്കരയ്ക്ക് തങ്ങിയാൽ നമുക്ക് ധൈര്യപൂർവ്വം അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭയപ്പെട്ടുന്നവൻ്റെ മേൽ മറ്റവൻ വിജയം നേടും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ഭയപ്പെട്ട് നിൽക്കുന്നവൻ്റെ തിന്മ ആധിപത്യം ഉറപ്പിക്കും. നീ ധൈര്യപൂർവ്വം പുറപ്പെടുക. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്തു തീർക്കുക. നീ ധൈര്യപൂർവ്വം പുറപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 27-ാമത്തെ സങ്കീർത്തനത്തിലെ 14-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത്, സങ്കീർത്തനം 27:14 വചനം പഠിപ്പിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ, ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ ധൈര്യത്തിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾ ചങ്കുറപ്പോടെ ചെയ്യാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ ഉയർത്തി അപ്പസ്തോലന്മാരെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ധൈര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് ആവർത്തിക്കാം. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ, നല്ല ഉറക്ക സ്തുതിക്കുന്ന അപ്പസ്തോലന്മാർ ഭൂമിയുടെ അടിത്തറ കുലുങ്ങമാറെ സ്തുതിച്ചപ്പോൾ ഭൂമിയുടെ അടിത്തറ കുരങ്ങമാറെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചതുപോലെ സ്തുതിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, വലിയ ധൈര്യത്തിൻ്റെ അഭിഷേകം, വലിയ കൃപയുടെ അഭിഷേകം കർത്താവേ, പുറകോട്ട് വലിക്കേണ്ട അരൂപികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ് വലിയ ധൈര്യത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഓരോ ദാസന്മാരും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയപ്പെടരുത്, ധൈര്യം അവലംബിക്കുക. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഉദിതനായ ഈശോ മിശിഹാ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, വാക്യമുണ്ട്, ഭയപ്പെടേണ്ട. പഴയ നിയമത്തിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച വാക്കാണ് ഭയപ്പെടേണ്ട. ഞാൻ വിധിയോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ്ലീഹായിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ആശങ്ക, ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം, സങ്കടം, ഭയം, മരിക്കണം എന്നുള്ള ചിന്ത, എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്ത, ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള വിപരീത ആത്മാവിൻ്റെ അടിമത്തങ്ങൾ വിട്ടുമാറി വലിയ ദൈവകൃപയുടെയും തുറവയുടെയും ആത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആരാധന സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ ആരാധന സമയത്ത് അവിടുന്ന് കരങ്ങൾ ഉയർത്തുമ്പോൾ തിന്മകൾ വിട്ടൊഴിയും, വലിയ ആത്മാവിൻ്റെ ശക്തീകരണം നടക്കും. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ശക്തി കൊണ്ട് നിറഞ്ഞതുപോലെ ഈ ആശ്വാസ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, സുവിശേഷ വേലയുടെ കൃപ, ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കർത്താവിൻ്റെ പக்கம் നീട്ടിപ്പിടിച്ച് ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, എല്ലാ ഭയത്തിൻ്റെ അടിമത്തങ്ങളിപ്പോൾ യേശു ശക്തിയാൽ ഛിന്ന ഭിന്നമാകട്ടെ. ഓ കർത്താവായ ദൈവമേ, ഒന്നും ചെയ്യാൻ പറ്റാത്തത് വിറങ്ങലിത്തിരിക്കുന്ന ജീവിതങ്ങളോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, നീ പൊടിയൊന്ന് ചാടി എഴുന്നേൽക്കുക. വലിയ വിടുതൽ സംഭവിക്കട്ടെ. അന്ധകാരപീഠ വിട്ടുപോട്ടെ, രോഗപീഠ വിട്ടുപോട്ടെ, തടസ്സങ്ങൾ വിട്ടുപോട്ടെ, എല്ലാ തരത്തിലും വിപരീത വികാരങ്ങളുടെ അരൂപികൾ യേശു നാമത്തിൽ വിട്ടുപോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ വചനത്തിൽ ശക്തി വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മ ഓരോ ദാസന്മാരും നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus.